ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടായിരുന്നു. എന്ത് നാടാ? ഞാൻ തന്നെയാണ് കണ്ടത്. തന്നെ അല്ലാണ്ട് എല്ലാരും വിളിച്ച് കാണിക്കാത്ത സിനിമ ഒന്നല്ലല്ലോ. അതല്ല പറഞ്ഞത്, ഞാൻ നിന്നെയാണ് കണ്ടതെന്ന്. എന്താ കണ്ടത്? ഞാൻ കണ്ട സ്വപ്നത്തിലുണ്ടല്ലോ, ദൈവന്റെ മുമ്പിലേക്ക് വന്ന് എന്നിട്ട് എന്നോട് ചോദിക്കാണ്, നിനക്ക് എന്താ ആഗ്രഹം വേണമെങ്കിലും പറഞ്ഞാൽ സാധിച്ചു തരാന്ന് പറഞ്ഞു. നീ എന്താ ചോദിച്ചത്? ജീവിതത്തിൽ ആരും പ്രേമിക്കാത്ത ഒരു പെണ്ണിനെ എനിക്ക് തരാൻ പറഞ്ഞു. അപ്പൊ ദൈവം പറയണേ, ആ പെണ്ണാണ് ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്നത്, അതായത് നീ. ദൈവമേ, ദൈവമൊക്കെ നുണ പറയാൻ തുടങ്ങി. എന്താണ് പിന്നെ അയ്യോ അയ്യോ, പ്രശ്നമാടി ഇടി വടക്കിയാൽ അമ്മ ഒരു നീ എന്തടി പേടിക്കണത്? നിനക്ക് അമ്മാമനെ കുറിച്ച് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. അവര് വാ തുറക്കണേ കുശുമ്പ് കുന്നായ്മത്തരവും കുടുംബ കുത്തിരിപ്പുണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായപ്പോഴാന്ന് അറിയാമോ? ഇവര് അതിർത്തി കാണാൻ പോയ സമയത്താണ് അവര് അങ്ങാടും ഇങ്ങോട്ട് നോക്കി നിന്നിട്ട് ഇവര് കാണിക്കണത് കൊഞ്ഞാൻ കുത്തിയിട്ടാണ് യുദ്ധം തുടങ്ങുന്നത്. 24 ന്യൂസ് കഴിഞ്ഞാ പിന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത് ഈ അമ്മാമ്മയുടെ നാക്കിലാണ്. പള്ളി അടച്ചിട്ടിങ്ങി പോകുന്ന കിണിക്കണ്ട. അറിഞ്ഞായിരുന്നാവല്ല സംഭവം നാട്ടിൽ നടക്കുന്ന കാര്യം. ഉടുത്തൊരുങ്ങി ഇങ്ങ് പോകുന്നോണം. സുഭദ്രയുടെ പട്ടി പെറ്റെട്ട് കുട്ടി. ഞാൻ കണ്ടിട്ടില്ല സുഭദ്രയുടെ പട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടുന്നെന്ന്. പിന്നെ എങ്ങനെ മക്കളുണ്ടോ? എല്ലാരും ഉണ്ടല്ലോ. അയ്യോ കുഞ്ഞെ, നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ ഒരു അകലം കീപ്പ് ചെയ്യുന്നത് നല്ലതാ. 16ന്റെ പണി നിനക്ക് വരുന്നുണ്ട്, 3 പേരും കൂടെ. സെലിബ്രിറ്റികൾ ഇതിനും മാത്രം നുണയും കുശുമ്പും പറയുമോ ഈശ്വരാ? നീ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് നിന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാവോ? പിന്നെ മക്കൾക്കൊരു കാര്യം പറയട്ടെ, ഈ അമ്മയോട് കുഞ്ഞിന് എന്തും തുറന്നു പറയാം. അമ്മ ഇതിലേ കൂടെ കേട്ട് ഇതിലേ കൂടെ കളയും. ഇതിലേ കേട്ട് ഇതിലേ കളയും. അമ്മക്കൊരു കുഴപ്പമുണ്ട്. ഇതിലേ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോ ഇതിലേ കൂടെ കളഞ്ഞില്ല അമ്മക്ക് ഇരിപ്പ് വരത്തില്ല. ചെറിയ ചേന കഴിക്കുന്നുണ്ടാണ്. ശരി, എന്നാ ഞാൻ പോയിട്ട് വരാം. ബസ് പാലക്കാട്. അല്ല അമ്മ ഒരു കാര്യം പറയട്ടെ. അല്ല ഞങ്ങൾ ഇവിടെ നിന്ന് എന്തോ ദുഷിപ്പ് പറഞ്ഞെന്ന് പറഞ്ഞല്ല ജീവന, അതെന്താണെന്നൊന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞങ്ങക്ക് വിഷമവും. അത് നിങ്ങൾ ഇവിടെ നിന്ന് ആലോചിച്ച് ഉരുകുന്നത് എനിക്ക് എവിടെങ്കിലൊക്കെ നിന്ന് കാണണം. ഇങ്ങോട്ട് വരണ്ട, നീ ഒരു പണി അനങ്ങാതെ നിൽക്ക്, അനങ്ങാതെ നിൽക്ക്, ഞാൻ ബാക്കി നോക്കിക്കോളാം. അനങ്ങാതെ നിൽക്ക്, അനങ്ങാതെ നിൽക്ക് കേട്ടാ. വണ്ടിയൊന്നും ഇല്ലേ? പാലക്കടക്കുള്ള വണ്ടി പോയാ? പലകടയ്ക്കുള്ള വണ്ടിയാ. വന്ന് കേറിയപ്പോ തന്നെ കിടുക്ക സാധനം. എടാ പലകടയിലേക്കുള്ള അല്ല, പാലക്കാടേക്കുള്ള വണ്ടി പോയോന്ന്. പാലക്കാട്ടേക്കുള്ള വണ്ടി അവിടെ വരും, കുറച്ച് കഴിയുമ്പോ അവിടെ വരും. അവിടെ ഇതെന്തുവാ ഈ സാധനം? അയ്യോ, ഇത് മറ്റേ ഇതാ കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പം. കാണാതിരുന്ന കുഞ്ഞിരാമൻ കാണാതിരുന്ന കുഞ്ഞിരാമല്ല, കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പമാണത്. ശില്പമാണോ ഇത്? ശില്പമാണത്. സത്യം സത്യം. കാട്ടി പോകാം, കൂട്ടി പോകാം, കുറുക്കനെ കണ്ടാ പേടിക്കുവാ. അമ്മാമ്മക്ക് മനസ്സിലാക്കി. അമ്മാമ്മയുടെ കണ്ണി കുരുവൊന്നുമില്ല. നീ ആരാന്നാ പറഞ്ഞവള്? കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പം അല്ല, തോട്ടുംതറയിലെ ദിവാകരൻ രൂപകൽപ്പന ചെയ്ത ശില്പ. നീ ആരുടെ കണ്ടൊക്കെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ടില്ല? ആരുമായിട്ട് ഇറങ്ങിപ്പോയത്? നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഏതാണ് ചെക്കൻ? ഏതാണ്? എടാ മാറട പതിവിരി, ആ ചെറുക്കനൊന്നും. നീ ചെറുപ്പക്കാരി പെമ്പിള്ളാരെ കണ്ടിട്ടില്ലടാ? ചെറുപ്പക്കാരി പെമ്പിള്ളേരാ? പിന്നെ പറ തോണ്ടെന്ന് വന്ന്. അല്ല, ഞാനാണ് ആ ചെറുക്കൻ. ഞാനായിരുന്നത്. നീയാണോ? ഞാനാണ് ചെറുക്കൻ. പക്ഷേ നീ എന്ത് കേട്ടിട്ടാണ് ഇവനെ പ്രേമിച്ച് ഇറങ്ങി പോയത്? എന്റെ അമ്മാമ്മ ഈ ജെറി എന്ത് സ്നേഹമുള്ളവനാന്നറിയാമോ? എല്ലാവർക്കും ഭയങ്കര ഉപകാരിയാണ്, എല്ലാവരോടും ഭയങ്കര സഹകരണമുള്ളവനാണ്. മക്കള് വല്ലതും കഴിച്ചായിരുന്നാടാ? ഇല്ല അമ്മൂമ്മ, ഞാനൊന്നും കഴിച്ചില്ല. വന്നപ്പോ മൂലം ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. മുടിഞ്ഞ സ്നേഹമോ അവന് കേട്ടാ. മക്കളെ ഇതിനകത്ത് ഉള്ള സാധനം എടുക്കടാ. ഇതിനകത്താ? അതിനകത്ത് നോക്കട്ടെ. ആ പൊതി അഴിക്കടാ. ആ പൊതി അഴിക്കും. ഇതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂല്ലോ. അത് ഗ്യാസിന്റെ ഗുളിയ. 1.5 ദിവസമായില്ലേ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയിട്ട്. അപ്പൊ വായി ഗ്യാസ് കയറി ചാവ് കൂടെ ഇറക്കാം. അത് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. വിളിക്കാം അമ്മേ, കിടന്നുറങ്ങുന്നല്ല. എങ്ങനെ ഇരിക്കണം? ഒരച്ഛനും അമ്മക്ക് ഏക മകള്, എന്നിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നു. നിനക്ക് നാണമില്ലേടി ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കാൻ, കടത്തിന്റെ വന്ന് കിടക്കാൻ? മക്കള് കിടന്നുറങ്ങും. അല്ല, അയ്യോ മക്കള് കിടന്നുറങ്ങും. നീ ഇറങ്ങിപ്പോയപ്പോ നിന്റെ അച്ഛനും അമ്മയും കിടന്ന് ഗീറ്റണ ഗീറ്റ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത നാട് വിട്ട അമ്പലങ്ങളിൽ പോയതാണ്. എന്താണ് അമ്മക്ക്?
മക്കള് കിടന്നുറങ്ങും. ഞാൻ ഇനി ഉറങ്ങണില്ല, എന്റെ ഉറക്കം പോയി പോ. വീട്ടിൽ ഇറങ്ങി കൊതി കിടന്ന് പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് അവൻ കിടന്നുറങ്ങുന്ന നോക്കാം. ഇവനൊക്കെ നാണമില്ല, ഇവന്റെ കഥാലെ പാമ്പ് കടിക്കത്തേ ഉള്ളൂ ഇവന്റെ. ഇവനെ ഇപ്പൊ ആരെങ്കിലും ഒരു തലക്കെട്ട് അടിച്ചിട്ട് നിന്നെ എടുത്തോണ്ട് പോയി ഇവനെന്ത് ഉത്തരവാദിത്തം പറയും? എന്താണ് മക്കൾ കിടന്നുറങ്ങണം. ഉറക്കം വരുന്നില്ല, ഉറങ്ങണില്ല ഞാൻ. അതെന്താ? അമ്മൂമ്മ കിടന്നുറങ്ങും. ഞാൻ കിടന്നുറങ്ങുന്നില്ല, ഞാൻ വിളിക്കട്ടെ പോകുമ്പോ. അല്ല ഞങ്ങൾ വിളിച്ചോളാം, പാലക്കാട് പോയാൽ പോരാ, കിടന്നുറങ്ങും. ഞാൻ കിടന്നുറങ്ങാൻ ആ ഉറങ്ങും. അപ്പൊ രാവിലെ വിളിക്കണേ. വിളിച്ചോളാം. എടീ, സാധനം കാണിച്ചത്. 54 വയസ്സായി. വല്ല കല്ലേലും തട്ടി വീണ് കഴിഞ്ഞാൽ ആര് കൊണ്ടുവന്ന് പറഞ്ഞാണ് നാട് നീളെ പരദൂഷണം പറഞ്ഞ് നടക്കാണ്. എടാ, നിങ്ങള് രണ്ടുപേരും എന്ത് വേണേലും പറഞ്ഞോ, എനിക്ക് ഒന്നുമില്ല. ചേടാ അതെ, നീ കിടന്നുറങ്ങിക്കോ, ഞാൻ വിളിച്ചോളാട്ടാ. വിളിക്കുവാ നീ? ഞാൻ വിളിച്ചോളാം. നല്ല ഉറക്കം ആ കിടന്നുറങ്ങും. വരണം, വിശക്കണുണ്ട്. ശ്ശോ. നിനക്ക് വല്ല അറിയാം, രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഒരു പ്രാവശ്യം ബാംഗ്ലൂർ പോയിട്ട് വീട്ടിൽ വന്നിവള് 1 മാസം പുറത്തിറങ്ങിയിട്ടില്ല. അമ്മ ഇടക്കിടക്ക് ഡോക്ടറെ കൊണ്ടുപോകും. ചോദിച്ചോ പറയാം ഗൈനക്കോളജിസ്റ്റിനായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി കിട്ടിയെന്ന്. നിങ്ങളെ പരദൂഷണൊക്കെ നിങ്ങളെ നാട്ടിൽ പറഞ്ഞാൽ മതി, എന്റെ അടുത്ത് പറയാതിരിക്കണ്ട. പരദൂഷണമല്ല, ഞാൻ ഇതിലെ കൂടെ കേട്ട് ഇതിലെ കൂടെ കളഞ്ഞെന്നേ ഉള്ളേ. നിനക്ക് രക്ഷപ്പെടാൻ ഒരു ചാൻസാ. അതെന്താ സംഭവം അറിയുമോ? എന്റെ നാട്ടിൽ മൊത്തം പാട്ടായി, ഞാനൊരു പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പോയിന്നല്ലേ. ഇപ്പൊ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഒരു പെണ്ണിനെ കൊണ്ടുപോയി നാണക്കേടല്ലേ? അതിന് നീ വിഷമിക്കണ്ട. എന്റെ മൂത്ത മോടെ കൊച്ചുമോളുണ്ട് പൈമ്പി, അവളെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരാം. ആണോ? ഇവിടെ ഗൈനക്കോളജിസ്റ്റ് കാണാൻ വേണ്ടി പോയിരുന്നല്ലേ? പിന്നെ അമ്മേ ശില്പേ, എടീ എന്തരാ വണ്ടി വന്നോ? വണ്ടി വന്നില്ല, വണ്ടി അവിടെ നിൽക്കട്ടെ. നീ ബാംഗ്ലൂർ പോയിട്ടുണ്ടോ? ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ എന്തിനാ പോയത്? ബാംഗ്ലൂർ പഠിക്കാൻ പോയത്. പഠിക്കാൻ പോയിട്ട് 1 മാസം ഞാൻ വീട്ടിലുണ്ടായില്ല. 1 മാസം വീട്ടിൽ നിന്നിട്ട് നീ ഹോട്ടലിൽ അമ്മേനും കൂടെ എങ്ങനെയും പോയാ? എനിക്ക് വയറുവേന വന്നപ്പോ ഞങ്ങൾ ആശുപത്രി പോയി. നീ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോയി. വേണ്ട, അത്രയും വർത്താനം പറയല്ലേ. വേണ്ടാത്ത പറഞ്ഞല്ല, ഈ അമ്മൂമ്മന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞല്ല.